നമസ്കാരം. പ്രധാന വാർത്തകൾ. കാക്കനാട് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 3 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇടച്ചിറയിലെ പത്രിക്കട ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കുട്ടികൾക്ക് ഛർദിലും വയറിളക്കവും പനിയും ബാധിച്ചത്. തൊട്ടുപിന്നാലെ ഇവർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഡിവൈഎഫ്ഐ തൃക്കാക്കര സൗത്ത് മേഖലാ സെക്രട്ടറി PB എൽദോയുടെ മക്കൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. പോത്തൻകോട് ഇടത്തറ വാർഡിൽ ശ്രീകലയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. മഴയിൽ കുതിർന്ന ചുമരാണ് ഇടിഞ്ഞു വീണത്. പുതിയ വീട് പണിതതാണിവർ. ഇതിനിടെ പഴയ വീട് ഇടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഴ കനത്തത്. ഇതോടെ പഴയ വീട് പൊളിക്കുന്ന പ്രവൃത്തി നിർത്തിവെച്ചു. ഈ ഭാഗങ്ങൾ മഴ ശക്തിപ്പെട്ടതോടെ കുതിർന്നു പോകാൻ തുടങ്ങി. അപകടം മനസ്സിലാക്കാതെ ഇന്ന് രാവിലെ ഇവിടെ സൂക്ഷിച്ചിരുന്ന വിറകെടുക്കാനെത്തിയതാണ് ശ്രീകല. ഈ സമയമാണ് അപകടം നടന്നത്. രാസമാലിന്യം കലർന്നു. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പെരിയാറിൽ കൊച്ചി എടയാർ വ്യവസായ മേഖലയിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത്. ഇതുമൂലം മത്സ്യകൃഷി ഉൾപ്പെടെ നടത്തിയ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടായിരിക്കുന്നത്. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് മത്സ്യങ്ങളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്കിടെ വ്യവസായശാലകളിൽ നിന്ന് പുഴയിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുക്കിയതിനെ തുടർന്നാണ് മീനുകൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. മാലിന്യം ഒഴുക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുമ്പോഴും അധികൃതർ ഇക്കാര്യത്തിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നഗരവത്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ കഞ്ചാവ് ചെടി. മണ്ണാർക്കാട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി. മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നഗരവത്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 25 സെന്റിമീറ്ററോളം നീളം വരുന്ന ചെടിയാണ് കണ്ടെത്തിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരെത്തി കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു. പന്തീരാങ്കാവ് കേസിൽ യുവതി മർദ്ദനത്തിന് ഇരയായെന്ന് യുവതിയെ ചികിത്സിച്ച ഡോക്ടർ. പന്തീരാങ്കാവ് കേസിൽ ഗാർഹിക പീഡനമുണ്ടായതായി യുവതിയെ ചികിത്സിച്ച ഡോക്ടർ. യുവതി ചികിത്സ തേടിയ ഡോക്ടറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. യുവതി മർദ്ദനത്തിന് ഇരയായി. സ്കാനിംഗ് നടത്താൻ നിർദ്ദേശിച്ചെന്നും പറവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു. അതേസമയം കേസിൽ ബന്ധുക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചിരുന്നു. 27-നാണ് കേസ് വീണ്ടും പരിഗണിക്കുക. പോലീസ് റിപ്പോർട്ടും കോടതി തേടിയിട്ടുണ്ട്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കേസിൽ രാഹുലിന്റെ അമ്മ ഉഷ, സഹോദരി കാർത്തിക എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതാണ് കോടതി മാറ്റിവെച്ചത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പ്രതികൾക്കെതിരെ 448A, 324 എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്.